പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് നമ്മുടെ ടൂ വീലറിൻ്റെ എൻജിൻ ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് ബ്രാൻഡ്, ഏത് കമ്പനിയുടെ ടൂ വീലറാണോ ഉപയോഗിക്കുന്നത് അതിലുപയോഗിക്കേണ്ട എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ്, അതിൻ്റെ യൂസർ മാനുവലിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഏത് എൻജിൻ ഓയിലാണ്, 1030 ആണോ അതോ 2040 ആണോ അതോ വേറെ ഏതെങ്കിലും ഗ്രേഡ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. ആ പറഞ്ഞിട്ടുള്ള എൻജിൻ ഓയിൽ മാത്രം ഉപയോഗിക്കുക. വേറെ ആരും മെക്കാനിക്കൊക്കെ പറയും ഇന്നത് ചോദിച്ചാൽ നല്ല പെർഫോമൻസ് കിട്ടും എന്നൊക്കെ, പക്ഷേ ഒരിക്കലും വേറൊരു ഗ്രേഡിലോട്ട് നിങ്ങൾ പോകാതിരിക്കുക. അതേപോലെ തന്നെ കൃത്യമായ ഇൻ്റർവെല്ലിൽ ഇപ്പം 2500, 3000, അതേപോലെ തന്നെ 10,000 കിലോമീറ്റർ എത്രയാണോ ആ എൻജിൻ ഓയിലിൻ്റെ കിലോമീറ്റർ കപ്പാസിറ്റി പറയുന്നത്, ആ ഒരു ഇടവേളകളിൽ കൃത്യമായിട്ട് എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുന്നതിന് മുമ്പ് വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പോയി ഓടിച്ച് വന്നതിന് ശേഷം, അല്ലെങ്കിൽ വീട്ടിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് വണ്ടി നല്ല രീതിയിൽ വാമപ്പ് ചെയ്തതിന് ശേഷം സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ കൂൾ ഡൗൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നമുക്ക് എൻജിനിൽ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന അത്ര രീതിയിൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് അതിൻ്റെ എൻജിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ ഡ്രെയിൻ നട്ട് ഉണ്ടാവും, അത് ലൂസ് ചെയ്യാനും പാടുള്ളൂ. വണ്ടി ഒരു കാരണവശാലും നല്ല ചൂടായിട്ടിരിക്കുമ്പം അതിൻ്റെ ഇപ്പം എൻജിൻ ഓയിൽ മാത്രമല്ല വേറെ ഒരു നട്ടോ ബോൾട്ടോ സ്ക്രൂ ഒന്നും റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. പ്രത്യേകിച്ച് ഡ്രെയിൻ നട്ട് നല്ല ചൂടോടുകൂടി നിങ്ങൾ ചിലപ്പം ഡ്രെയിൻ നട്ടെ പിടിച്ച് അത് ലൂസാക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അതിൻ്റെ ഹെഡ് മാത്രം പൊട്ടിങ് വരും, ഡ്രെയിൻ നട്ട് അതിൻ്റെ ഉള്ളിലായി പോകും. അത് കാരണം നിങ്ങൾ ഒരു കാരണവശാലും വണ്ടിയുടെ ഒരു സാധനവും വണ്ടി നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ റിമൂവ് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മിക്കവാറും എല്ലാ വണ്ടികളുടെയും, അതായത് ഹോണ്ടയുടെയൊക്കെ വണ്ടികളൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാ വണ്ടികളുടെയൊക്കെ ഡ്രെയിൻ നട്ടിൻ്റെ സൈസ് 12 ആയിരിക്കും. 12ൻ്റെ ഒരു സ്പാനർ മതി. സ്പാനർ വാങ്ങിക്കുമ്പം റിംഗ് സ്പാനർ തന്നെ നോക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു സൈഡ് റിങ്ങും ഒരു സൈഡ് ഓപ്പണും ആയിട്ടുള്ള കോമ്പിനേഷൻ സ്പാനറാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു സെറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും ലാഭം. 10-300 രൂപയ്ക്ക് ഒരു 8-9 പീസുള്ള ഒരു സെറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതിനുശേഷം നമ്മൾക്ക് ഡ്രെയിൻ നട്ട് ഊരിയെടുക്കാൻ വേണ്ടി നോക്കാം. ഈ വണ്ടിയുടെ ഡ്രെയിൻ നട്ട് നമ്മൾക്ക് ലൂസ് ചെയ്യാൻ വേണ്ടി മുമ്പിലോട്ടാണ്, വണ്ടിയുടെ മുൻഭാഗത്തോട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്പാനർ ഡ്രെയിൻ നട്ടിലോട്ട് നല്ല രീതിയിൽ അമർത്തി പിടിക്കുക. ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അമർത്തി പിടിച്ചതിന് ശേഷം ഒരു മരത്തിൻ്റെ മുട്ടി എടുത്തിട്ട് മെല്ലെ ഒന്ന് തട്ടി കൊടുക്കുക. നല്ല ഹാർഡായിട്ട് തട്ടരുത്, അതേപോലെ തന്നെ തീരെ സോഫ്റ്റായിട്ടും തട്ടരുത്. ഒരേ ഒരു ഒറ്റ തട്ടിന് അതിൻ്റെ ഒരു ത്രെഡ് കഴിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ആ സ്പാനർ ഉപയോഗിച്ച് തന്നെ ലൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ലൂസ് ചെയ്ത് തുറന്ന് വിട്ടതിന് ശേഷം ഇത് നമ്മുടെ എൻജിൻ ഓയിൽ ഡ്രെയിൻ ആയി വരാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓയിൽ ക്യാപ്പ് ഉണ്ടാവും, ഓയിൽ ക്യാപ്പ് തുറന്ന് വിടുക. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം വണ്ടി ഈ രീതിയിൽ മൊത്തമായിട്ട് എൻജിൻ ഓയിൽ ഡ്രെയിനായി വരാൻ വേണ്ടി. അതിനനുസരിച്ച് നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞായറാഴ്ചയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ പരിപാടി ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആകും മൊത്തമായിട്ട് ഡ്രെയിനായിട്ട്. ഇപ്പോഴും വണ്ടി മൊത്തമായിട്ട് ഡ്രെയിനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും തുള്ളിയൊന്നും വീഴാനില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു എൻജിൻ ഓയിലാണ്. ഞാനിത് ഓൺലൈൻ സൈറ്റിൽ ജസ്റ്റ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് എൻജിൻ ഓയിൽ. അപ്പം 200 രൂപയ്ക്ക് 1 ലിറ്ററിൻ്റെ സിന്തറ്റിക്കാണ്, 2040 ആണ് എൻ്റെ വണ്ടിയുടെ ഗ്രേഡ്. അപ്പോൾ 2040യുടെ 200 രൂപയ്ക്ക് 1 ലിറ്റർ കിട്ടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ തന്നെ ഞാൻ ആദ്യം വായിച്ച് നോക്കി. എല്ലാവരും നല്ലൊരു അഭിപ്രായമൊക്കെയാണ് ഈ എൻജിൻ ഓയിലിനെ കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഏറ്റവും കുറഞ്ഞത് നമ്മൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് 350 രൂപയാണ് 1 ലിറ്ററിന്. അതേപോലെ തന്നെ കുറച്ചും കൂടി നല്ലതാണെങ്കിൽ 450 രൂപ. അതേപോലെ തന്നെ മറ്റേ സർവീസ് ചാർജുകളെ ചേർത്ത് ഒരു 500-600 രൂപ കടയിലൊക്കെ പോവുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സാധനം ഫുള്ളി സിന്തറ്റിക് ആണ്. അതേപോലെ തന്നെ നല്ലൊരു റേറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. കടകളിൽ ഈ സാധനം വരാറില്ല. ഇത് ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്. ഗുജറാത്താണ് ഇതിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇന്ന് നമ്മൾ ഒഴിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്.
അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ഇപ്പോൾ വണ്ടിയുടെ CB ടിസ്റ്ററാണ് ഹോണ്ടയുടെ. അതിൻ്റെ 900 ml ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഞാനിവിടെ 1 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ടോപ്പപ്പ് ചെയ്യാനും അതേപോലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഒരു 100 ml ഇതിനകത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റിയും യൂസർ മാനുവലിലുണ്ടാവും. അതും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഓയിൽ മൊത്തമായിട്ട് ഡ്രെയിൻ ആയതിനു ശേഷം നമ്മളെ അടിയിലുള്ള ഡ്രെയിൻ നട്ട് ആ സാധനം നിങ്ങൾ നല്ല രീതിയിലൊന്ന് നോക്കണം. ഒരിക്കലും അതിൻ്റെ ഹെഡിന് ഡാമേജ് വരുത്തരുത്. എന്തെങ്കിലും ഡാമേജ് ആയി അതിൻ്റെ ഹെഡിന് എന്തെങ്കിലും ഡാമേജ് ആയി പിന്നീട് ഊരാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടായി പോകും. അത് കാരണം നല്ല ശ്രദ്ധിച്ച് വേണം അത് ഊരിയെടുക്കാൻ. അതേപോലെ തന്നെ പ്രൊസീജിയറിൽ പറയുന്നത് ഓരോ പ്രാവശ്യം എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴും ഡ്രെയിൻ നട്ട് മാറ്റണമെന്നാണ്. ഒരു കാരണവശാലും ഇത് ലോക്കൽ വാങ്ങിയിടരുത്. നിങ്ങളുടെ വണ്ടി ഏതാണോ ആ വണ്ടിയുടെ ജെനുവൻ പാർട്സ് തന്നെ മാറ്റുമ്പോൾ പോയി വാങ്ങണം. 15 രൂപ താഴെ മാത്രമേ ഉള്ളൂ ഈ ഡ്രെയിൻ നട്ടിന്. അപ്പോൾ നമ്മൾക്കിത് പ്രോപ്പറായിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം. തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഊരിയെടുത്ത രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പലകഷ്ണം വെച്ച് ഒരടിയും കൂടി കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് വിട്ടോളുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ഡ്രെയിൻ നട്ടിൻ്റെ അവിടുന്ന് പിന്നീട് ലീക്കൊന്നും ഉണ്ടാകത്തില്ല. ലീക്ക് എന്തെങ്കിലും കാരണത്താൽ ആദ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡ്രെയിൻ നട്ട് മാറ്റിയിടേണ്ടതായിരിക്കണം. അപ്പോഴേ നമ്മൾക്ക് പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് നോക്കുക. എന്തായാലും ഇതിന് കളർ വ്യത്യാസമൊന്നുമില്ല. കാസ്ട്രോളിൻ്റെ ഒക്കെ വരുന്ന അതേ എഞ്ചിൻ ഓയിലിൻ്റെ കളറും അതേ തിക്നെസ്സൊക്കെ തന്നെയാണ് ഇതിനും ഉള്ളത്. ഇതേ രീതിയിലുള്ള ഫണലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിലൊക്കെ കട്ട് ചെയ്ത ഒരു പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഞ്ചിൻ്റെ അകത്തോട്ട് എഞ്ചിൻ ഓയിൽ ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 800 ml ഒക്കെ 900 ml എത്രയാണോ നിങ്ങളുടെ ഓയിൽ കപ്പാസിറ്റി അത് ഒഴിച്ചതിന് ശേഷം ഡിപ്സ്റ്റിക്ക് ഇട്ട് നോക്കുക. അതും അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ എവിടെയെങ്കിലും ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും ഓയിലിൻ്റെ ലെവൽ. അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം ലെവലിൽ നിർത്തുക. ഞാനിപ്പം ഇവിടെ 900 ml ഒഴിച്ചപ്പോഴേക്കും നമ്മുടെ ഡിപ്സ്റ്റിക്കിൽ മാക്സിമം ലെവൽ കാണുന്നുണ്ട്. അപ്പോഴും ഇത് ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഡിപ്സ്റ്റിക്ക് നമ്മൾക്ക് ഓയിൽ ക്യാപ്പ് അതേ രീതിയിൽ തന്നെ അടച്ചു കൊടുക്കാം. എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓയിൽ ഫിൽട്ടർ ഉള്ള വണ്ടിയാണെങ്കിൽ ഓയിൽ ഫിൽട്ടർ നിർബന്ധമായി ചേഞ്ച് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എയർ ഫിൽട്ടറും മാറ്റിയിരിക്കണം. ഇപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഉണ്ടായിരുന്ന സൗണ്ട് ഒന്നുമല്ല, ഇപ്പോൾ നല്ലൊരു വേറൊരു സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എയർ ഫിൽട്ടർ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അപ്പോഴും നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.